ഞാൻ എവിടെയാണ് വിശ്രമിക്കേണ്ടത്? എന്റെ ഖബറിൽ. ഞാൻ എവിടെയാണ് വിശ്രമിക്കേണ്ടത്? എന്റെ സ്വർഗത്തിൽ. ഞാൻ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? ഈ ദുനിയാവിൽ. ഈ ദുനിയാവിലേക്ക് എന്നെ പടച്ചറബ് പറഞ്ഞയച്ചത് ഇവിടെ ആരാധന നിർവഹിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ആരാധന ചെയ്യണമെങ്കിൽ ഞാൻ ദുനിയാവിൽ ജീവിക്കണം. ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കൊരു വീട് വേണം. എനിക്കിവിടെ അധ്വാനിക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടാകണം. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്റെ കയ്യിൽ പണം ഉണ്ടാകണം. എന്റെ കയ്യിൽ പണം ഉണ്ടാകണമെങ്കിൽ ജോലിക്ക് പോകണം. എനിക്ക് ജോലി കിട്ടണമെങ്കിൽ ഞാൻ പഠിക്കണം. ഞാൻ പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വീട് വെക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ എനിക്ക് അമൽ സ്വാലിഹാത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്ന 95% 95% ആളുകളും ഈ ലക്ഷ്യങ്ങൾ മറന്നുപോയവരാണ്. ഈ മാർഗങ്ങൾ ലക്ഷ്യങ്ങളായി സ്വീകരിച്ചവരാണ്. എന്തിനാണ് ജീവിതം? ആ ജോലിയാണ് ജീവിതം. എന്തിനാണ് ജീവിതം? ആ വീട് വെക്കലാണ് ജീവിതം. എന്തിനാണ് ജീവിതം? ആ റാങ്ക് നേടലാണ് ജീവിതം. അതിനപ്പുറമുള്ളതോ? മരിച്ചു പോകുമ്പോ എന്തുണ്ടാക്കി? സംഘടനയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട്, നിഷ്ക്രിയരായി, ഇതിനൊന്നും ഇറങ്ങാത്തതുകൊണ്ട് എന്തുണ്ടാക്കി ചോദിക്കുമ്പോ അവര് പറയുന്ന കുറെ മറുപടികളുണ്ട്. ഞങ്ങൾ കുറെ യാത്രകൾ പോയി, കുറെ ഓർമ്മകൾ സമ്പാദിച്ചു. ഈ ഓർമ്മകളുമായി പോകുന്നവർക്കുള്ളതല്ല സ്വർഗം. ഈ ഓർമ്മകളുമായി പോകുന്നവർക്കുള്ളതല്ല സ്വർഗം, അമലുകളുമായി പോകുന്നവർക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്തുണ്ടായി? ഞങ്ങൾ കുറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി. യൗമ യഫിറുൽ മർഉ മിൻ അഖി, സ്വന്തം സഹോദരൻ വേണ്ട, തള്ളിക്കളയുന്ന നിമിഷം. വഉമ്മിഹി വഅബി, ബാപ്പയെയും ഉമ്മയെയും വേണ്ടെന്ന് പറയുന്ന ദിവസം. വസ്വാഹിബതിഹി വബനി, എന്റെ ഭാര്യ വേണ്ട, എന്റെ ഭർത്താവ് വേണ്ട, എന്റെ മക്കൾ എനിക്ക് വേണ്ട എന്ന് മനുഷ്യർ തള്ളിപ്പറയുന്ന ദിവസം കടന്നു വരാനുണ്ട്. അവിടെ നമ്മൾക്ക് ഉപകാരപ്പെടുക നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ ദഅവത്താണ്, നമ്മൾ ആത്മാർത്ഥമായി പടച്ച റബ്ബിന് വേണ്ടി ചെയ്ത കർമ്മങ്ങളാണ്.